വെൽക്കം ഓൾ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. സോ ദീസ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ദോസ് വിച്ച് ആർ ഫോംഡ് ഫോർ റെൻഡറിങ് സർവീസസ്. പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ള ഉദ്ദേശത്തോടെ അല്ലാതെ സർവീസുകൾ റെൻഡർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഫോം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചാരിറ്റബിൾ ട്രസ്റ്റ്, വെൽഫെയർ സൊസൈറ്റീസ്, ലൈബ്രറി, സ്പോർട്സ് ക്ലബ് എക്സെട്ര. ഇതൊക്കെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് എക്സാമ്പിൾ ആണ്. അതായത് ദീസ് ആർ ഫോംഡ് ഫോർ പ്രൊമോട്ടിംഗ് ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, വെൽഫെയർ എക്സെട്ര. ഓക്കെ, ഈ ഓർഗനൈസേഷൻസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു ഫോക്കസ് കൊടുക്കുന്നില്ല. അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അല്ലെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാതെ വെറും സർവീസുകൾ റെൻഡർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഫോം ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അതുകൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷൻസിനെ നോട്ട് ട്രേഡിംഗ് കൺസേൺസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ the main motive of these organizations is to render services and not to earn profit, so these are called non-profit organizations. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വന്നിരിക്കുന്നത്, നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. സോ നെക്സ്റ്റ് നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് വൺ, their primary aim is to render services. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക, അതിലെ മെമ്പേഴ്സിനും അതുപോലെ തന്നെ സൊസൈറ്റിക്കും. അല്ലാതെ അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് ഇല്ല. ദെൻ നെക്സ്റ്റ് ഫീച്ചർ, ദേ ഡു നോട്ട് അണ്ടർടേക്ക് എനി ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ തേർഡ് വൺ, പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്, നോർമലി ദേ ഡു നോട്ട് ഹാവ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. സോ ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് പർച്ചേസസ് പോലെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ ഉണ്ടാവില്ല. കാരണം ഇവിടെ നമ്മളുടെ എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, ബിസിനസ് ട്രാൻസാക്ഷൻസ് ട്രേഡിംഗ് നടത്തുക എന്നുള്ളതല്ല. ഇവിടെ ജസ്റ്റ് സർവീസുകൾ റെൻഡർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ എയിം. അതുകൊണ്ട് തന്നെ കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കടത്തിന് സാധനങ്ങൾ വിൽക്കുകയോ ചെയ്യുന്ന പ്രോസസ് ഒന്നും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വരുന്നില്ല. ദേ ഡു നോട്ട് പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ ഓപ്പൺ ചെയ്യുന്നത് പോലെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ പ്രധാനപ്പെട്ട ഫൈനൽ സ്റ്റേറ്റ്മെന്റുകളാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അത് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നില്ല. എന്ത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പകരം ദേ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, they maintain a regular book of accounts, namely journal, ledger, cash book, etc. Okay, then next feature, surplus എന്ന് പറയുന്നത് excess of income over expenditure. നമുക്ക് ഈ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് ഇൻകം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും. whenever there is excess of income over expenditure, then it show the surplus fund. സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സർപ്ലസ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മറിച്ച് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ഈ ഒരു സർപ്ലസ് ചെയ്യുന്നത്. ഓക്കെ, അത് അനദർ ഫീച്ചറാണ്. സോ ഇതൊക്കെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. Okay, so final accounts of not-for-profit organizations are prepared at the end of each year, like joint stock companies. അതിൽ എന്തൊക്കെയാണ് ഈ ഫൈനൽ അക്കൗണ്ട്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുക എന്നുള്ളത് നോക്കാം. 3 പ്രധാനപ്പെട്ട ഫൈനൽ അക്കൗണ്ട്സ് ആണ് ഇതിൽ വരുന്നത്: റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, സോ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിലെ ഫസ്റ്റ് വൺ, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സോ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ മാത്രം, അതായത് ക്യാഷ് പേയ്മെന്റ് ആൻഡ് ക്യാഷ് റെസിപ്റ്റ് പോലെയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസിന് മാത്രം റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ക്യാഷ് റെസിപ്റ്റ് ഇൻക്ലൂഡിംഗ് റെസിപ്റ്റ് ത്രൂ ബാങ്ക് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെന്റ് ഇൻക്ലൂഡിംഗ് പേയ്മെന്റ് ത്രൂ ബാങ്ക്. ബാങ്കിലൂടെയോ അല്ലെങ്കിൽ
ലിക്വിഡ് ഫണ്ട് ആയിട്ടോ ട്രാൻസാക്ഷൻസ് നടത്തുന്ന റെസിപ്റ്റുകളും പേയ്മെന്റുകളും. ഈ ഒരു റെസിപ്റ്റുകളുടെയും പേയ്മെന്റുകളും അതിൽ ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് വരാം, അല്ലെങ്കിൽ റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് വരാം. ഏതാണെന്നുണ്ടെങ്കിലും ക്യാപിറ്റൽ നേച്ചർ എന്ന് പറയുമ്പോൾ ലോങ് ടേം ഫണ്ട് അക്വയർ ചെയ്യുന്ന ലൈക്ക് ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കുന്ന പോലുള്ള ട്രാൻസാക്ഷൻസ് ആവാം. ഇനി അതല്ല ഡെയിലി ട്രാൻസാക്ഷൻസ് നടത്തുന്ന ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് ഉണ്ടാകുന്ന റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് ആകാം. എന്താണെങ്കിലും ക്യാഷ് റെസിപ്റ്റോ ക്യാഷ് പേയ്മെന്റോ ഉള്ള ട്രാൻസാക്ഷൻസിനെ എല്ലാം നമ്മൾ ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു. Then the cash receipt and cash payment may relate to another feature എന്ന് പറയുന്നത് അത് ചിലപ്പം ഈ പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെട്ടതായിരിക്കാം, കറന്റ് ഇയർ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, സബ്സിക്വന്റ് ഇയർ. അത് ചിലപ്പം മുന്നേ കൊടുക്കേണ്ടതായിരിക്കാം, പിന്നെ കൊടുക്കേണ്ടതായിരിക്കാം, ഇപ്പോൾ ഉള്ളതായിരിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ അറ്റ് പ്രസന്റ് ആ ഒരു ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ, ക്യാഷ് പേയ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് റെസീറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നു. അതാണ് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് മെത്തേഡിൽ ഉള്ള ഒരു പ്രത്യേകത. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി എ സമ്മറൈസ്ഡ് ഫോം ഓഫ് ക്യാഷ് ബുക്ക്. ഓക്കെ, ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. 3 ടൈപ്പ് അക്കൗണ്ടുകളാണുള്ളത്: റിയൽ അക്കൗണ്ട്സ്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഓക്കെ, അതിൽ റിയൽ അക്കൗണ്ടിന്റെ റൂൾ ഇതാണ്: ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഈ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ഡെബിറ്റ്, അതായത് എന്തൊക്കെ ക്യാഷ് നമ്മൾ ഇങ്ങോട്ട് വന്നു, എന്തൊക്കെ ക്യാഷ് നമ്മൾ ബിസിനസ്സിൽ നിന്ന് പോയി, പേയ്മെന്റ് ആൻഡ് റെസിപ്റ്റ്, ഇത് മാത്രം എൻറ്റർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദി ക്യാഷ് ബുക്ക്. ഓക്കെ, ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിലൂടെയാണ്. അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിലൂടെയാണ്. Then another feature, it contains receipt and payments of both capital and revenue nature. And it does not contain outstanding expenses, accrued income and non-cash items like depreciation, bad debt, etc. ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് എൻട്രികളാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള എക്സ്പെൻസസുകൾ നമ്മൾ കൊടുത്തിട്ടില്ല. അതുപോലെ അക്രൂഡ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള ഇൻകം നമുക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്, പക്ഷെ കിട്ടിയിട്ടില്ല. അതിനൊന്നും നമ്മൾ ഈ ഒരു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. എന്ത് കിട്ടി, എന്ത് കൊടുത്തു, അത് മാത്രമേ നമ്മൾ ഈ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ട്രാൻസാക്ഷൻസ് ഒന്നും, ഔട്ട്സ്റ്റാൻഡിങ്, അക്രൂഡ് പോലെയുള്ള ട്രാൻസാക്ഷൻസും അതുപോലെ ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ് പോലുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രികളൊന്നും ഇവിടെ വരുന്നില്ല. Then next, receipts are entered on the debit side and payments are entered on the credit side. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് പ്രകാരം ഡെബിറ്റ് സൈഡിൽ, അതായത് റെസിപ്റ്റ് ആണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്, പേയ്മെന്റ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അതുകൊണ്ട് എല്ലാ റെസിപ്റ്റുകളും, എല്ലാ ഇൻകം, നമ്മൾ എന്തൊക്കെ ഇൻകം വന്നിട്ടുണ്ടോ അതെല്ലാം ഡെബിറ്റ് സൈഡിൽ എൻറ്റർ ചെയ്യുന്നു, എന്തൊക്കെ പേയ്മെന്റുകൾ നടന്നിട്ടുണ്ടോ അതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എൻറ്റർ ചെയ്യുന്നു. The last feature, it does not show the profit or loss during the period. Okay, it does not show profit or loss during the period. ഈ ഒരു കൺസേൺഡ് പീരീഡിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മളിവിടെ കാണിക്കുന്നില്ല. ഇവിടെ എന്ത് മാത്രമേ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ സർപ്ലസോ ഡെഫിസിറ്റോ പ്രോഫിറ്റോ ലോസോ ഒന്നും കാണിക്കുന്നില്ല. മറിച്ച് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് വെച്ച് തുടങ്ങും, എല്ലാ റെസിപ്റ്റുകൾ എൻറ്റർ ചെയ്യും, എല്ലാ എക്സ്പെൻസുകൾ, പേയ്മെന്റുകൾ എൻറ്റർ ചെയ്യും, ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അക്കൗണ്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. അതിൽ വേറെ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഒന്നും കാണിക്കുന്നില്ല. അതാണ് ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകത. Then next നമ്മൾ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് ബുക്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ക്യാഷ് ബുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം എൻറ്റർ ചെയ്യുന്ന, അതായത് ഡെയിലി വരുന്ന ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളും എൻറ്റർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ബുക്കിനെയാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതേസമയം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇയർ എൻഡിങ്ങിൽ ഫൈനലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ച് ഓപ്പൺ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ടിൽ ഒന്നാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇതാണ് ബേസിക് ഡിഫറൻസ്. ഇനി നമുക്ക് ഓരോ ഡിഫറൻസുകൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ അക്കൗണ്ട് ആണ്, ഒരു പ്രധാനപ്പെട്ട അക്കൗണ്ട് ആണ്. അതേസമയം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ അക്കൗണ്ട് ആണ്. അതേസമയം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം അക്കൗണ്ട് ആണ്.
മെമ്മോറാണ്ടം അക്കൗണ്ട് എന്ന് പറയുന്നത് സബ് അക്കൗണ്ട്, അതായത് നമ്മൾ മെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുന്ന അഡീഷണൽ അക്കൗണ്ട്സുകളെയാണ് മെമ്മോറാണ്ടം അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഒരു ഇൻഫോർമേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്, അതായത് സപ്ലിമെന്ററി റെക്കോർഡാണ്. ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതായത് പ്രിൻസിപ്പൽ പ്രൈം ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ക്യാഷ് ബുക്കിൽ. അത് ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ എല്ലാം ക്ലബ് ചെയ്തിട്ട് ഒരുപോലെയുള്ള ട്രാൻസാക്ഷൻസ്, ഫോർ എക്സാമ്പിൾ ഡൊണേഷൻസിനെ എല്ലാം നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മെമ്മോറാണ്ടം അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ടോട്ടൽ ഡൊണേഷൻസ് എത്രയാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ. ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മെമ്മോറാണ്ടം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് അതിനു വേണ്ടിയാണ് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതിനെ മെമ്മോറാണ്ടം അക്കൗണ്ട് എന്ന് പറയുന്നു. ദ നെക്സ്റ്റ് ഫീച്ചർ, ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഒരു ഇയറിൽ കംപ്ലീറ്റ് ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷൻസ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എപ്പോൾ മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്, അതായത് ഇയർ എൻഡിങ്ങിൽ മാത്രമാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഡേറ്റ് വൈസ്. ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് വൈസ് ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. Then it is a detailed form of cash transactions. അതേസമയം സമ്മറി ആണ്, ക്യാഷ് ബുക്കിന്റെ സമ്മറി മാത്രമാണ് ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഓക്കെ, then another difference, it is a part of book of account. ബുക്ക് ഓഫ് അക്കൗണ്ടിന്റെ ഒരു പാർട്ട്, ബുക്ക് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന നമ്മൾ ഡിഫറെന്റ് ബുക്ക് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു ബുക്ക് ഓഫ് അക്കൗണ്ട് മാത്രമാണ് ക്യാഷ് ബുക്ക്. അതേസമയം ഫൈനൽ അക്കൗണ്ടിന്റെ ഒരു പാർട്ടാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ദെൻ cash book is prepared both by profit and non-profit organizations. അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ക്യാഷ് ബുക്ക്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യാം. ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസിപ്റ്റുകളും ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെന്റുകളുമാണ് കാണിക്കുന്നത്. സോ ഈ റെസിപ്റ്റുകൾ ഏതൊക്കെയാണ് റെസിപ്റ്റുകൾ വരിക എന്നുള്ളത് നോക്കാം. ഓപ്പണിംഗ് ബാലൻസിലാണ് ഇത് തുടങ്ങുക, അതായത് ബാലൻസ് ബ്രോഡ് ഓൺ, കഴിഞ്ഞ വർഷത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ക്യാഷ് ഓർ ബാങ്ക്, ക്യാഷ് ആൻഡ് ബാങ്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കും. അതായത് ലിക്വിഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് എന്നും, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് എന്നും കാണിക്കുന്നു. ഇൻ കേസ് ഇതൊരു നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ, അതായത് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് നെഗറ്റീവ് ബാലൻസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് സൈഡിൽ, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ വരുന്ന റെസിപ്റ്റുകൾ സബ്സ്ക്രിപ്ഷൻസ്, എൻട്രൻസ് ഫീസ്, ഡൊണേഷൻസ്, ലെഗസീസ്, സെയിൽ ഓഫ് അസറ്റ്, ഇൻട്രസ്റ്റ് എക്സെട്ര. ഇതൊക്കെയാണ് റെസിപ്റ്റുകളായിട്ട് വരുന്നത്. ഇതിൽ ഈ ഓരോ റെസിപ്റ്റുകൾ എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻസ് പറയുന്നത്, നമ്മൾ റെഗുലർ ആയിട്ട് വല്ല മെമ്പർഷിപ്പ് ഫീസ് അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം, ഒരു റിക്കറിംഗ് സോഴ്സ് ഓഫ് റവന്യൂ കമ്പനിക്ക് ഉണ്ട്, കമ്പനി മീൻസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റത്തിനെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ സ്ഥിരമായിട്ട് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലേക്ക് ഡൊണേഷൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു മന്ത്ലി പേയ്മെന്റ് കൊടുക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ള മെമ്പർഷിപ്പ് പിന്നെ ഫീസുകളെ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് കൊടുക്കുന്ന മെമ്പർഷിപ്പ് ഫീസുകളെയാണ് ഈ സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ എൻട്രൻസ് ഫീ ഇനത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻകം, ഡൊണേഷൻസ്, ലെഗസീസ്. ലെഗസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസീസ്ഡ് പേഴ്സന്റെ, ഒരു മരിച്ചു പോയിട്ടുള്ള ആളുടെ സ്വത്ത് വകകളൊക്കെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ് ആയിട്ടോ പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മണി ആയിട്ടോ നമ്മൾ ഒരു ഡിസീസ്ഡ് പേഴ്സന്റെ എമൗണ്ട് റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലെഗസീസ് എന്ന് പറയുന്നത്. ദെൻ സെയിൽ ഓഫ് അസറ്റ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെയാണ് ഈ ഐറ്റംസ് ഒക്കെയാണ് റെസിപ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി പേയ്മെന്റുകൾ നോക്കാം. സാലറീസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഇൻവെസ്റ്റ്മെന്റ്, റെന്റ്, റേറ്റ് ആൻഡ് ടാക്സസ്, ഫർണിച്ചർ മീൻസ് എക്സെട്ര, ഫർണിച്ചർ എക്സെട്ര, ബിൽഡിംഗ്, അങ്ങനെയുള്ള അസറ്റുകൾ ഒക്കെ എന്താണ് പേയ്മെന്റുകളാണ്. ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് എക്സ്പെൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പേയ്മെന്റ് സൈഡിൽ എഴുതാം. അതുപോലെ ഹോണറേറിയം,
ഹോണറേറിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളണ്ടറി ആയിട്ട് ഒരു ടോക്കൺ പേയ്മെന്റ് കൊടുക്കുകയാണ് ഇൻഡിവിജ്വൽസിന്. അവർ റെൻഡർ ചെയ്യുന്ന സർവീസിന് പകരമായിട്ട് നമ്മൾ ലീഗലി അവർക്ക് ഫീസ് കൊടുക്കാതെ, ഫീസ് എന്ന് പറയുന്ന ഇനത്തിലൂടെ കൊടുക്കുക അല്ലാതെ അവർക്കൊരു വോളണ്ടറി പേയ്മെന്റ് കൊടുക്കുന്നതിനെയാണ്, സർവീസ് റെൻഡർ ചെയ്യുന്നതിന് പകരമായിട്ട് അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റിനെയാണ് ഹോണറേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്ക്ഷോപ്പുകൾക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് അയാളുടെ സർവീസ് റെൻഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് ഈ ഹോണറേറിയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പേയ്മെന്റുകളൊക്കെ നമ്മൾ പേയ്മെന്റ് സൈഡിൽ എഴുതുന്നു. ദെൻ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഇയർ എൻഡിങ്ങിൽ എന്താണ് ക്യാഷ് ബാലൻസ് വന്നിരിക്കുന്നത്, എന്താണ് ബാങ്ക് ബാലൻസ് വന്നിരിക്കുന്നത്, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇത് ഇൻ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിന് നെഗറ്റീവ് ബാലൻസ് ആണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ കാണിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് ഒരു റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് സർപ്ലസോ ഡെഫിസിറ്റോ ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസും ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് ആൻഡ് ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കും. എല്ലാ റെസിറ്റുകളും ഉണ്ടായിരിക്കും, എല്ലാ പേയ്മെന്റുകളും ഉണ്ടായിരിക്കും. അല്ലാതെ വേറെ ഒന്നും ഇതിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. വേറെ ഒന്നും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസോ അണേൺഡ് ഇൻകംസോ അല്ലെങ്കിൽ അക്രൂഡ് ഇൻകംസോ അതുപോലെ ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ് പോലെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ ഈ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ.